ഹായ് ഓൾ, വെൽക്കം ടു എജ്യൂസ് അക്കാഡമി. ഞാൻ ഈ വീഡിയോയിലൂടെ ഒരു ഇൻഫർമേഷൻ ഷെയറിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ BEML, ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ്, അതായത് നമ്മുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ അണ്ടറിൽ വരുന്ന ഒരു മൾട്ടി ടെക്നോളജി കമ്പനിയാണ് ഈ BEML എന്ന് പറയുന്നത്. സോ അവിടെ ഏതാനും സ്റ്റാഫ് നഴ്സ് വേക്കൻസീസ് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. സോ അതിന്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ BEML, അതായത് ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ ഏകദേശം 10ഓളം സ്റ്റാഫ് നഴ്സ് വേക്കൻസീസ് ഇപ്പം അഡ്വർടൈസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് BSc നഴ്സിംഗ് അല്ല എങ്കിൽ GNM വിത്ത് 2 to 3 years ഓഫ് എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. അതുകൂടാതെ തന്നെ BLS ACLSന്റെ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് പ്രിഫറൻസും അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ പ്ലേസ് ഓഫ് പോസ്റ്റിംഗ് നിങ്ങൾ എവിടെയാണ് എന്ന് ആലോചിക്കുന്നുണ്ടാവും അല്ലേ? ഇതിന്റെ പ്ലേസ് ഓഫ് പോസ്റ്റിംഗ് വരുന്നത് ബേസിക്കലി ഇത് ബാംഗ്ലൂർ ബേസ്ഡ് ചെയ്തിട്ടുള്ള ഒരു മൾട്ടി ടെക്നോളജി കമ്പനിയാണ്. മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ അണ്ടറിൽ വരുന്ന ഇതിന്റെ പ്ലേസ് ഓഫ് പോസ്റ്റിംഗ് വരുന്നത് ഒന്ന് KGF, അറിയാല്ലേ, അതായത് കോളാർ ഗോൾഡ് ഫീൽഡ്, KGF സിനിമ കണ്ടിട്ടുണ്ടാവല്ലോ, KGF. അതുകൂടാതെ ബംഗളൂരു, മൈസൂരു, പിന്നെ അതുകൂടാതെ തന്നെ നമുക്ക് പാലക്കാടും ഇതിന്റെ പോസ്റ്റിംഗ് പ്രതീക്ഷിക്കാം. ബേസിക്കലി ഇവർക്ക് 2 ഹോസ്പിറ്റൽസ് ആണ് ഉള്ളത്, ഒന്ന് KGF-ലും അതുകൂടാതെ ഒരെണ്ണം ബാംഗ്ലൂരിലും. ബാക്കിയുള്ള മൈസൂർ ലൊക്കേഷൻ, പാലക്കാട് ലൊക്കേഷനിലൊക്കെ ഇവർക്ക് ഓൺ സൈറ്റ് ക്ലിനിക്സ് ഉണ്ട്. സോ അവിടെയും നമുക്ക് ഇതിന്റെ പോസ്റ്റിംഗ് പ്രതീക്ഷിക്കാം. ഇതിന്റെ ഏജ് ലിമിറ്റ് വരുന്നത് 30 years ആണ്. പേ സ്കെയിൽ പറയുന്നത് 18,780 to 67,390 ആണ് ഇതിന്റെ പേ സ്കെയിൽ പറയുന്നത്. സോ ബേസിക്കലി ഇതിന്റെ പോസ്റ്റിംഗ് വരുന്നത്, അതായത് നമുക്ക് എക്സാം ഉണ്ട്, അത് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ പോസ്റ്റിംഗ് ആദ്യം ഇനീഷ്യൽ ഒരു 2 വർഷം കോൺട്രാക്ട് പീരീഡ് ആണ് പറയുന്നത്. സോ കോൺട്രാക്ട് പീരീഡിൽ ഒരു കൺസോളിഡേറ്റഡ് പേയ്മെന്റ് ആണ് പറഞ്ഞേക്കുന്നത്. അതായത് 20,500 മുതൽ ഫസ്റ്റ് ഇയറിൽ 20,500, സെക്കൻഡ് ഇയറിൽ 25,500 ആണ് ഇതിന്റെ കൺസോളിഡേറ്റഡ് പേയ്മെന്റ് വരുന്നത്. അതിനുശേഷമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പേ സ്കെയിൽ 18,780 മുതൽ 67,390 ആ ഒരു പേ സ്കെയിലായിരിക്കും പിന്നെ നമ്മൾ പോസ്റ്റ് ചെയ്യുക. അപ്പൊ ഇതിന്റെ എക്സാം പാറ്റേൺ വരുന്നത് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. 2 മണിക്കൂർ ഡ്യൂറേഷൻ വരുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് ഇതിന്റെ ബേസിക്കലി ഇതിന്റെ ക്വാളിഫയിങ് എക്സാം നടത്തപ്പെടുക. ടെസ്റ്റിന് 3 പാർട്ട് ഉണ്ടാവും. അതിൽ MCQs ആണ് വരിക. 20 ക്വസ്റ്റ്യൻസ് ജനറൽ അവയർനെസ് ആണ്. പാർട്ട് 2 വരുന്നത് 20 ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷ് റീസണിംഗ് ആണ്. അഗൈൻ പാർട്ട് 3 വരുന്നത് 60 ക്വസ്റ്റ്യൻസ് നമ്മുടെ നഴ്സിംഗിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതുകൂടാതെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്കെല്ലാം വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്, അതായത് ഓരോ ക്വസ്റ്റ്യനും, ഓരോ ശരിയായിട്ടുള്ള ഉത്തരത്തിനും 1 മാർക്കും നെഗറ്റീവ് മാർക്ക് ഇല്ല കേട്ടോ. നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നുള്ളതാണ് ഈ എക്സാമിന്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് കഴിയുന്നത്. ഇതിന്റെ എക്സാമിനേഷന്റെ ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് 200 രൂപയാണ്. നമുക്കിത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. അതായത് www.bemlindia.in എന്ന വെബ്സൈറ്റിൽ നമുക്ക് ലോഗിൻ ചെയ്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. സോ നമ്മൾ ഓൺലൈൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അതായത് സോഫ്റ്റ് കോപ്പി ആയിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. റീസെന്റ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, കൂടാതെ കാസ്റ്റ് അല്ലെങ്കിൽ കാറ്റഗറി സർട്ടിഫിക്കറ്റ്, പിന്നെ 10th 12th മാർക്ക് കാർഡ് ഉണ്ടാവണം, ക്വാളിഫയിങ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. അതുകൂടാതെ തന്നെ നമ്മുടെ മാർക്ക് ലിസ്റ്റ് എല്ലാം ഒരു സിംഗിൾ PDF ആയിട്ട് നമ്മൾ സ്കാൻ ചെയ്ത് സൂക്ഷിക്കണം. പിന്നെ നമ്മുടെ ID പ്രൂഫ് നമുക്ക് ഉണ്ടാകണം. പിന്നെ സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിലിന്റെ രജിസ്ട്രേഷൻ ഉണ്ടാവണം. സോ ഇത്രയും ഡോക്യുമെന്റ്സ് നമുക്ക് ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് 17 സെപ്റ്റംബർ കേട്ടോ. 17-ാം തീയതി, സെപ്റ്റംബർ 17 ആണ് ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് ഫോർ ആപ്ലിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. സോ ഈ എക്സാം എഴുതാൻ താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഒരു ക്ലാസ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ഒരു പുതിയ ബാച്ചായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാണ്. സോ ആ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാനായിട്ട് ഈ തന്നിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ എല്ലാവരും വളരെ നന്നായിട്ട് പഠിക്കുക. എല്ലാ എക്സാംസിനും വേണ്ടി നന്നായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുക. അതായത് നിങ്ങൾക്ക് ജോലി കിട്ടുന്നത് വരെ നിങ്ങൾ എക്സാംസിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.